ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അവസാനിച്ചു. വിദേശകാര്യ സെക്രട്ടറി അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പാകിസ്ഥാനെതിരെ കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണി, വാർത്തയുടെ വിവരങ്ങൾ. അതിന് വളരെ കടുത്ത നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കടുത്ത നടപടികളുമായി പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുമെന്നത് തന്നെയാണ് ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യക്തമാകുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീതല കരാർ മരവിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നതും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന കാര്യം എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കായി ഒരു യോഗം കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരുന്നു. അതിനുശേഷമാണ് വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് നിർണായകമായ തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അതിൽ ആ തീരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു, സിന്ധു നദീതല കരാർ മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. കൂടാതെ ഈ SVES വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ തിരികെ പാകിസ്ഥാനിലേക്ക് പോകണം. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വളരെ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഇന്ത്യ പോയി എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അറിയാൻ കഴിയുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താനായ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്നു. ആ യോഗത്തിന് ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഈ തീരുമാനമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കടുത്ത നടപടികൾ തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. ആ രീതിയിൽ ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു, ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം. നേരത്തെ ഈ യോഗത്തിന് മുന്നോടിയായി തന്നെ ഈ ശക്തമായ നടപടി അല്ലെങ്കിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കും, എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം എന്നൊരു തീരുമാനം കൂടി പറയുന്നു. കൂടാതെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു. ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കടുത്ത നടപടികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും കേന്ദ്രം പറയുന്നു. ആ രീതിയിൽ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പോയത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ ലഭിച്ചു. അതിൽ ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല, സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നയതന്ത്ര മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസയില്ല, 24 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നൊരു നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടക്കൊലയെ കേന്ദ്രമന്ത്രിസഭ അപലപിക്കുന്നു. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിരിക്കുന്നു, വാഗ അതിർത്തി അടച്ചിരിക്കുന്നു.
കൂടാതെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നു. ആ രീതിയിൽ വളരെ ശക്തമായ നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ നിലപാട് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. കൂടാതെ നയതന്ത്ര മറുപടി ശക്തമായ രീതിയിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു, ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതാണ് പറയുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, 24 മണിക്കൂറിനകം ഇന്ത്യ വിടണം, പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ചെക്ക് പോസ്റ്റ്, പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റായ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നു. കൂടാതെ വാഗ അതിർത്തി അടച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു അതിർത്തിയാണ് വാഗ അതിർത്തി, അത് അടച്ചിരിക്കുന്നു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു. കൂടാതെ ഇനി വിസ നൽകില്ല, പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നൊരു കാര്യം കൂടി ഈ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് തീരുമാനം നോക്കുമ്പോൾ വരുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും പറയേണ്ടത്. ആതിര, തീർച്ചയായും ഉണ്ണി, പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 26 മരണങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കനത്ത ജാഗ്രത തുടരാൻ സേനയ്ക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായും 26 മരണം നടന്നതായി കേന്ദ്ര മന്ത്രിസഭ സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് അക്കാര്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ കൂട്ടക്കൊലയെ കേന്ദ്ര മന്ത്രിസഭ സമിതി അപലപിച്ചു എന്നതാണ് പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു എന്നതാണ് ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാവുന്നത്. എന്തായാലും നേരത്തെ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ നയതന്ത്ര മറുപടി നൽകുമെന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലാണ് ഒരു യോഗം ചേർന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങൾ കണ്ടാണ് ഇക്കാര്യങ്ങൾ തീരുമാനങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി. എന്തായാലും കടുത്ത മറുപടി തന്നെ ഉണ്ടായി എന്നതാണ്, പാകിസ്ഥാനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടായി എന്നതാണ് ഈ നിമിഷത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു. വാഗ അതിർത്തി, പ്രധാനപ്പെട്ട ഒരു അതിർത്തിയാണ് വാഗ അതിർത്തി, അത് അടച്ചു. കൂടാതെ അടാരി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നു. കൂടാതെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതാണ് പറയേണ്ട കാര്യം. എന്തായാലും വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക്, കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോയി എന്നത് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം എന്നൊരു കർശനമായ നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ആതിര പറയാനുള്ളത്. തന്ത്ര മറുപടിയുമായി ഇന്ത്യ എത്തിയിരിക്കുകയാണ്. സർവകക്ഷി യോഗവും നാളെ ചേരുന്നുണ്ട് ഉണ്ണി. അതിന് തീർച്ചയായും സർവകക്ഷി യോഗം ചേരുമെന്ന ഒരു വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേരുക. എന്തായാലും സേനകൾ കനത്ത ജാഗ്രത തുടരണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ആ മേഖലയാകെ വലിയ ഒരു സുരക്ഷയിൽ തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സൈന്യത്തിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് മേഖലയുള്ളത്. അവിടെ എന്തായാലും നിരീക്ഷണം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേരുക. സേനകൾ കനത്ത ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആതിര, കൂട്ടക്കൊലയെ അപലപിച്ച് യോഗം ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻകാരുടെ ഇന്ത്യ വിടണം അടക്കമുള്ള പ്രധാന കടുത്ത നടപടിയുമായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അതിന് തീർച്ചയായും വളരെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും വലിയ ഒരു ആക്രമണം ഉണ്ടാവുന്നു എന്നതാണ്, കശ്മീരിൽ ഉണ്ടാവുന്നു എന്നതാണ് അവിടെ കാണുന്നത്, കശ്മീർ താഴ്വരയിൽ ഉണ്ടാവുന്നു എന്നതാണ് കണ്ടത്. എന്തായാലും അതിൽ വലിയ രീതിയിൽ തന്നെ വലിയ ദുഃഖം രാജ്യത്തിനാകെ ഉണ്ടാവുന്നു, ലോകത്തിനാകെ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ശക്തമായ നടപടി ഈ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും ഭീകരരെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞു, അവരാരൊക്കെയാണെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്തായാലും ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു ശക്തമായ നടപടി രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് എന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഈ പാകിസ്ഥാന്റെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം, വളരെ കടുത്ത നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ വലിയ ഒരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം, 24 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്ന ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് രാജ്യം പോയിരിക്കുന്നു, ഇന്ത്യ പോയിരിക്കുന്നു. അത്തരം കർശനമായ നിർദ്ദേശം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കൂടാതെ ഇനി പാകിസ്ഥാൻകാർക്ക് വിസ നൽകില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പ്രധാനപ്പെട്ട അതിർത്തിയായ വാഗ അതിർത്തി അടച്ചിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഡിറ്റർ ശ്രീ ബനേഷ് സാറും കൂടി ചേരുകയാണ്. പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കമാണ്. ഇന്ത്യ തിരിച്ചടിക്കും എന്ന രീതിയിൽ വന്നിട്ടുള്ള എല്ലാ വാർത്തകളെയും ആ തിരിച്ചടി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നതിൻ്റെ ഉത്തരമാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരം മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും മുൻപിൽ ഇന്ത്യ ഈ ഒരു വിഷയത്തോട് സമചിത്തതയോടുകൂടി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൃത്യമായ തീരുമാനമാണ്. ഈ ഒരു ആക്രമണത്തിൽ 26 പേർ മരിച്ചിട്ടും ആ സംഭവത്തിനെതിരെ രക്തരൂക്ഷിതമായ ഒരു മറുപടി ഉടൻ നൽകുന്നതിന് പകരം കൃത്യമായിട്ട് എല്ലാ ലൂപ്പ് ഹോളുകളും അടയ്ക്കുന്ന രീതിയിൽ ഒരു രാജ്യം എങ്ങനെയാണ് സ്വന്തം ആത്മാഭിമാനത്തെയും സ്വന്തം നയതന്ത്ര സുരക്ഷയെയും ഒക്കെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടേണ്ടത് എന്നതിൻ്റെ തെളിവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളെ കാണാൻ കഴിയും. 48 മണിക്കൂറിനകം ഇവിടെയുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണെങ്കിൽ ആ സന്ദേശം കൃത്യമായും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദ വളർച്ചകൾക്കും കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അത് പാകിസ്ഥാന് മാത്രമല്ല, ഇന്ത്യ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നുവെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സിന്ധു നദീജല കരാർ അടക്കമുള്ളവ അത് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള വാർത്ത സാധൂകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. ചെക്ക് പോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തിയിലെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ള നിലയ്ക്ക് നയതന്ത്ര തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന സാരഥികൾ എടുത്തിട്ടുള്ള തീരുമാനം. ഇനി സർവകക്ഷി യോഗം നാളെ വരുമ്പോൾ ആ സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വരുന്ന തീരുമാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ആയുധമെടുത്ത് രക്തരൂക്ഷിതമായിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകിയാൽ അത് ഈ ആരാണ് എന്താണ് ഇതിന് പിറകിൽ എന്ന് കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് കശ്മീർ എന്ന വിഷയത്തെ അതിർത്തിയുടെ പ്രശ്നമെന്നുള്ള നിലയ്ക്ക് ഐക്യരാഷ്ട്രസഭയിലടക്കം എപ്പോഴും ഉന്നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ആ രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വീണ്ടും ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളുടെ പിന്നിൽ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ, തുടരൂ. MS തീർച്ചയായും ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ പാക് നയതന്ത്ര ഇന്ത്യ വിടണം എന്നൊരു നിർദ്ദേശം പറയുന്നു. അതോടൊപ്പം തന്നെ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നതാണ് നിർദ്ദേശം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായത് എന്നതാണ് പറയേണ്ടത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു വാർത്ത, ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ തിരിച്ച് പ്രതീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഇതിന് സമാനമായിട്ടുള്ള മറുപടി ആയിരിക്കണം. എങ്കിൽ ഇതാ പാകിസ്ഥാനും ഇതിന് സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ കൂട്ടക്കൊലയെ പാകിസ്ഥാൻ അപലപിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അപലപിച്ചു എന്ന് മാത്രമല്ല, ഇതിൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, പാകിസ്ഥാൻ സർക്കാരിനില്ല, പാകിസ്ഥാൻ ഭരണകൂടത്തിനില്ല എന്ന് ഇരിക്കെ ഈ ഒരു
ആക്രമണത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസയില്ല എന്ന് ഏകപക്ഷീയമായിട്ട് ഇന്ത്യ എടുത്ത തീരുമാനത്തെ ഞങ്ങൾ അപലപിക്കുന്നു. ഞങ്ങൾ തിരിച്ച് ഇതിന് സമാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ട ഒന്നാണ് എന്നും നാം കരുതേണ്ടതുണ്ട്. ഉണ്ണി, തുടരാം. തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പ്രതികരണം വരേണ്ടതായുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. എന്തായാലും കർശനമായ നടപടി രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വിശദമായ രീതിയിൽ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ, അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി എം ആനന്ദ് പ്രകാശ് തുടങ്ങിയവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കൃത്യമായ നിലപാടുകൾ ഇന്ത്യ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതിൽ കർശനമായ നടപടിയിൽ കൃത്യമായ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ജീവന് വലിയ രീതിയിൽ തന്നെ 26 ജീവനുകളാണ് പൊലിഞ്ഞത്. വലിയ രീതിയിൽ തന്നെ ലോകം വളരെ ദുഃഖമായ അവസ്ഥയിൽ തന്നെയാണുള്ളത്. എന്തായാലും അതിന് കർശനമായ താക്കീത്, കർശനമായ മുന്നറിയിപ്പ് പാകിസ്ഥാനെതിരെ ഉണ്ടാവുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും പ്രധാനപ്പെട്ട നടപടി നമുക്ക് നോക്കുകയാണ്, പ്രധാന തീരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു, വാഗ അതിർത്തിയും പൂർണ്ണമായും അടച്ചു. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല. 48 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ, ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കർശനമായ നിർദ്ദേശം, വളരെ വേഗം തന്നെ ഇന്ത്യ വിടണം. 48 മണിക്കൂറിനകം ഇന്ത്യ വിടണം. കൂടാതെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരാഴ്ചക്കകം ഇന്ത്യ വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളായി തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും വളരെ കർശനമായ നടപടി തന്നെയെന്ന് നമുക്ക് ഇതിനെ വിലയിരുത്താനാകും. എന്തായാലും നേരത്തെ ഈ രീതിയിൽ ഈ സിന്ധു നദീജല കരാർ അടക്കം അത് മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വന്നിരുന്നു. അങ്ങനെ ആ രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായകമായ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ ചേരുന്നു. ആ യോഗത്തിന് ശേഷമാണ് സുരക്ഷാ കാര്യ സമിതിയുടെ യോഗമാണ് ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. എന്തായാലും അത് സ്ഥിരീകരണമായിരിക്കുന്നു. കർശനമായ നടപടി പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പറയേണ്ടത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു, വാഗ അതിർത്തിയും പൂർണ്ണമായും അടച്ചു. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരാഴ്ചക്കകം ഇന്ത്യ വിടണമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, 48 മണിക്കൂറിനകം ഇന്ത്യ വിടണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വളരെ കർശനമായൊരു നിലപാട്, കർശനമായൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ആതിര, തീർച്ചയായും ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭ യോഗം ചേർന്നിരുന്നു. അതിനാണ് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, അട്ടാരി ചെക്ക് പോസ്റ്റ്